ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബൂലിയൻ ഓപ്പറേഷൻസ് ആണ്. എന്താണ് ബൂലിയൻ ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ രണ്ട് എലമെൻസിനെ കമ്പൈൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതി, സെപ്പറേറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെയാണ് ബൂലിയൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഐക്കൺസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബൂലിയൻ ഓപ്പറേഷൻസ് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു ഓപ്ഷനാണ് ഫിഗ്മയിലുള്ളത്. നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്ത് വരയ്ക്കുകയാണ്. ട്രയാങ്കിളല്ല, രണ്ട് റെക്റ്റാങ്കിൾ എടുത്ത് വരയ്ക്കുകയാണ്. കളർ ഞാൻ ഫില്ല് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും കൂടെ ഞാൻ ഇതുപോലെ രണ്ടും കൂടെ ഇത് ഓവർലാപ്പ് ചെയ്ത് വെച്ചു. രണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ നോക്കിക്കോണം, ഈ രണ്ട് റെക്റ്റാങ്കിൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ലെയറിൽ രണ്ട് റെക്റ്റാങ്കിൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ട് യൂണിയൻ, ഫസ്റ്റ് ഓപ്ഷനായ യൂണിയൻ ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നോക്കിക്കോണം, ഇവിടെ ലെയറിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ വേറെ ലെയർ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് റെക്റ്റാങ്കിളും ഇവിടെ ഉണ്ട്. നമ്മളിതിനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഒറ്റ ഒബ്ജക്റ്റായിട്ടാണ് ഇവിടെ ഡ്രാഗ് ചെയ്യണത്. പക്ഷേ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ഒബ്ജക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിനെ കർവ്സ് കൊടുക്കാൻ വേണ്ടി നോക്കാം. ഇതിന് അതായത് 4 റേഡിയസ് കൊടുക്കാൻ വേണ്ടി നോക്കാം. കോർണർ റേഡിയസ് കൊടുക്കാൻ വേണ്ടി നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കാണുന്നുണ്ട്, കോർണർ റേഡിയസ് അപ്ലൈ ആയിട്ടുമുണ്ട്. ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് നോക്കിയാലോ. ഇതും ഡ്രാഗ് ആവുന്നുണ്ട്. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അകത്തുള്ള ഈ ഏതെങ്കിലും ഒരു റെക്റ്റാങ്കിളിനെ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ നമുക്ക് ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഡിസൈനൊക്കെ നമുക്ക് ഓക്കെ, നമുക്ക് ഇതുപോലെ മതിയെങ്കിൽ ഇവിടെ രണ്ട് റെക്റ്റാങ്കിൾ കാണുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ട, നേരെ ആ ഓപ്ഷനിലേക്ക് പോവുക. ബൂലിയൻ ഓപ്പറേഷൻസിലേക്ക് പോയതിനു ശേഷം ഫ്ലാറ്റ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെയർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു യൂണിയൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടിയിൽ വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ എത്ര ക്ലിക്ക് ചെയ്താലും രണ്ട് എലമെൻസിനെ അല്ലെങ്കിൽ രണ്ട് ഷേപ്സിനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇതിപ്പോൾ ഒരു ഷേപ്പായി മാറിപ്പോയി. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റബിൾ ഷേപ്പായി മാറും. ഇവിടെ ആർക്കിട്യൂളും ഇതെല്ലാം വന്നു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം ഇതൊരു ഷേപ്പായി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നോൺ എഡിറ്റബിൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത ഷേപ്പായി മാറിപ്പോയി. നേരത്തെ ഞാൻ കാണിച്ചിരുന്നത് പോലെ ഒരു എഡിറ്റബിൾ ഷേപ്പാണ്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. അടുത്തത് ഞാൻ രണ്ട് സ്ക്വയർ ഇതുപോലെ ഞാൻ ഇത് വരയ്ക്കുകയാണ്. രണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഓവർലാപ്പ് ആയി വെച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത ഓപ്ഷൻ നോക്കാൻ വേണ്ടി പോവുകയാണ്. നോക്കിയാൽ സപ്രൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലിരിക്കുന്ന ഭാഗം താഴെ ഇരിക്കുന്ന ഭാഗത്തിൻ്റെ എത്ര മാത്രം ഭാഗത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത്രയും മാത്രം ഭാഗം സെപ്പറേറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ താഴെ ഇരിക്കുന്ന റെക്റ്റാങ്കിൾ. നമുക്ക് ലെയർ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് മുകളിൽ ഇരിക്കുന്നത്. ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ കാണുന്ന ഈ ബ്ലൂ ലൈൻ നോക്കിക്കോണം, സൈഡിൽ കാണുന്ന ബ്ലൂ ലൈൻ നോക്കിക്കോണം. പിന്നെ ഇപ്പുറത്ത് ഈ ബ്ലൂ ലൈനും ഈ ബ്ലൂ ലൈനും നോക്കിക്കോണം. കണ്ടോ, ഈ രണ്ട് ബ്ലൂവിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് കാണും. ഈ മൗസ് ഇരിക്കുന്ന ഭാഗത്തൊരു അത്രയും സ്പേസ് ഇല്ല. അത്രയും സ്പേസ് മാത്രം ഇതിനെ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും. സെലക്ട് ചെയ്യുന്നു, ഞാനിവിടെ വന്നതിന് ശേഷം സെപ്പറേറ്റ് കൊടുക്കുന്നു. കണ്ടില്ലേ, അത്രയും ഭാഗം ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഇപ്പോൾ ഒരു ഐക്കൺ മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലേ കാണാൻ. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടെ വേറെ ഒരു ഐക്കൺ ഉണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി നമുക്ക് ഈ ഐക്കൺ നമുക്ക് ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്കിതുപോലെ മൂവ് ചെയ്യാൻ പറ്റും. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് കാണിച്ച് കോർണർ റേഡിയസും കാര്യങ്ങളും നമുക്ക് ഇവിടെയും കൊടുക്കാം. ഞാൻ കോർണർ റേഡിയസ് കൊടുത്തു. ഇൻ കേസ് നമുക്ക് ഈ ലെയറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ താഴത്തെ ലെയറിനെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയില്ല, അതായത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ മുകളിലത്തേനെ നമ്മൾ സെലക്ട് ചെയ്തു, താഴത്തേനെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമുക്കിവിടെ കിട്ടി. സാധാരണ ഒരു നിലയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനെ നമുക്കിതുപോലെ കിട്ടും. ഇൻ കേസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ ഇത് കിട്ടി, റെക്റ്റാങ്കിൾ സെലക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുത്താൽ മതി, ഇതുപോലെ മാറും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കരുത്. ഇവിടെ നിന്ന് നമുക്ക് അത് ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഷേപ്പ് ഓക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്യുക, ഫ്ലാറ്റ് ടൈം കൊടുക്കുക. ഓക്കെ, രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക, ഫ്ലാറ്റ് ടൈം കൊടുക്കുക. ഒരുമിച്ച് സെലക്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ മതി. ഇനി അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റാണ്. ഇൻ്റർസെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഓവർലാപ്പ് ചെയ്യുന്നത് അതിൻ്റെ നടുക്കുള്ള ഭാഗം മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നോക്കിക്കൊണ്ട് ഇതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നടുക്കുള്ള ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. സ്റ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കണ്ടോ, ഇതുപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് മറ്റേ റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി, നമുക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമുക്ക് ഇതിനെ ഇൻ്റർസെക്റ്റ്, ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് വേറെ ഷേപ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. രണ്ട് സർക്കിൾ ഞാൻ ഇതുപോലെ ഡ്രോ ചെയ്തു.
ഇത് രണ്ടും കൂടെ ഇതുപോലെ സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ നമ്മൾ ഇൻ്റർസെക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഷേപ്പ് കൂടെ കിട്ടും. അതല്ലേ? ഇനി നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനും സാധിക്കും. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനും പറ്റും. എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്ലാറ്റ് ടൈം കൊടുക്കാനും സാധിക്കും. ഓക്കെ. ഇനിയുള്ളത് എക്സ്ക്ലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ഭാഗം നമ്മൾ ഈ നടുക്കുള്ള ഭാഗം മാത്രം എക്സ്ക്ലൂഡ് ആവും. അവിടെ മാത്രം ഒരു ഗ്യാപ്പ് പോലെ ബാക്കി രണ്ട് സൈഡിലും കളർ ഫില്ലായി തന്നെ ഇരിക്കും. അതാണ് നോക്കിക്കോണം. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി തിരിച്ച് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഫ്ലാറ്റ് ടൈം കൊടുക്കാം. ബൂലിയൻ ഓപ്പറേഷൻസ് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രാക്ടിക്കലോട്ട് വരാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഐക്കൺ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ സമയത്ത് നമുക്കിത് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഓക്കെ.